ഇൻക്യുബേറ്ററിനകത്ത് ഒരു 95-96% റിസൾട്ട് എങ്ങനെ കിട്ടാമെന്നാണ് ഇന്നത്തെ വീഡിയോ. അതിൻ്റെ കാരണം നമ്മൾ മുട്ട വയ്ക്കുന്ന കോഴിമുട്ട ഹെൽത്തി മുട്ട മാത്രമാണ് നമുക്ക് ഈ 95-96% റിസൾട്ടുള്ളൂ. അതെങ്ങനെ ഹെൽത്തി മുട്ട നമ്മൾ സെലക്ട് ചെയ്യുന്ന അറിയുമോ? നമ്മൾ പരമാവധി തുറന്ന് വിട്ട് വളർത്തുന്ന കോഴിയുണ്ടല്ലോ, അയച്ചു വിട്ട് വളർത്തുന്ന കോഴിയുടെ മുട്ടയാണ് നമുക്ക് ഹെൽത്തി മുട്ട പറയുന്നത്. നമ്മൾ അതായത് ഈ അയച്ചു വിട്ട് വളർത്തുന്ന കോഴി പുഴുക്കൾ, പ്രാണികൾ, പച്ച ഇലകൾ അങ്ങനെ തിന്ന് ഓടി നടന്ന് തിന്ന് വളരുന്ന കോഴികൾക്ക് അതിൻ്റെ മുട്ടയ്ക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും. നമ്മൾ ഈ കൂട്ടിനകത്ത് വളർത്തുന്ന കോഴിയുടെ മുട്ട നമ്മൾ കൊടുക്കുന്ന തീറ്റകൾ കൊടുക്കുന്ന എയർ മാഷ്, ഗ്ലോവർ അങ്ങനെ കൊടുക്കുന്ന തീറ്റയ്ക്ക് റിസൾട്ട് കുറവായിരിക്കും. മുട്ടയ്ക്ക് അവർ ഞങ്ങൾ ഇരുന്ന് തിന്ന് മുട്ടയിടുന്ന കോഴിയാണ്, അതിൽ റിസൾട്ട് കുറവായിരിക്കും. അപ്പോൾ നമ്മൾക്ക് 95-96% റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ പരമാവധി അയച്ചു വിട്ട് വളർത്തുന്ന കോഴിയുടെ മുട്ട വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് റിസൾട്ട് നന്നായി കിട്ടുള്ളൂ. മറ്റുള്ള കോഴിക്ക് നമുക്ക് റിസൾട്ട് കുറവായി കിട്ടുക കിട്ടാതെ ആ 50%-60% കിട്ടുള്ളൂ. നമുക്ക് ഇതാകുമ്പോൾ തുറന്നു വിട്ട് വളർത്തുന്ന കോഴിയാകുമ്പോൾ നല്ല 95-96% റിസൾട്ടും കിട്ടും. വിരിഞ്ഞിറങ്ങുന്ന കോഴികൾക്ക് നല്ല ഹെൽത്തി ആരോഗ്യം ഉണ്ടാവും. പിന്നെ ഈ ഇൻബ്രീഡ് എന്നൊക്കെ പറയും. ഇൻബ്രീഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 10 കുഞ്ഞുങ്ങൾ വിരിച്ചിറങ്ങി, ഒരു പട 10 കുഞ്ഞുങ്ങൾ വിരിച്ചിറങ്ങി. ആ 10 കുഞ്ഞുങ്ങൾ ഒരേ ബ്ലഡാണ്. അത് വീണ്ടും വലുതാകുമ്പോൾ അത് വീണ്ടും ക്രോസിംഗ് ആയി അത് വീണ്ടും മുട്ടയിടുമ്പോൾ ആ മുട്ടയ്ക്ക് ആരോഗ്യ കുറവാകും. അപ്പോൾ അതെന്താ, അത് ഇൻബ്രീഡ് എന്ന് പറയും. അപ്പോൾ അതില്ലാതിരിക്കാൻ എന്താ ചെയ്യുക വെച്ചാൽ നമ്മൾ അതിൻ്റെ പൂവനെ മാറ്റിയിട്ട് പുറത്തുനിന്നുള്ള പൂവനെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആ പ്രശ്നം കഴിയും. അപ്പോൾ അതും അങ്ങനത്തെ മുട്ട വെച്ചാൽ നല്ല റിസൾട്ട് കിട്ടും, ഇരിഞ്ഞ് കിട്ടും. അതായത് ഇൻബ്രീഡ് മുട്ട ഒരേ പൂവനായിട്ട് കൊണ്ട് ഒരേ ബ്ലഡിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആ മുട്ടയ്ക്ക് റിസൾട്ട്. അത് വിരിയുന്ന കുഞ്ഞുങ്ങൾ ഒന്നിലെ കൈ വളഞ്ഞിട്ട് കാല് വളഞ്ഞിട്ട് കഴുത്ത് വളഞ്ഞിട്ട് തിരിഞ്ഞിരിക്കും. അത് ഈ ഒരേ ബ്ലഡ് ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ പൂവനെ മാറ്റിയിട്ട് ആ പ്രശ്നം കഴിയും. കടയിൽ നിന്ന് മേടിക്കുന്ന മുട്ട വിരിയോ? കടയത്തെ മുട്ട നമ്മൾ വിരിയില്ല. കടയത്തെ മുട്ട പൂവില്ലാത്ത മുട്ടയാണ്. ആ പൂവില്ലാത്ത മുട്ട എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 മാസം മാറ്റാൽ ആ മുട്ട കേടി വെച്ച് 2 മാസം 3 മാസം മാറ്റാൽ ആ മുട്ട ഫ്രഷ് മുട്ട വലിക്കും. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ആ മുട്ടയ്ക്ക് പൂവൻ ഇല്ല. നമ്മുടെ കടയിലെ ഈ എല്ലാ മുട്ടകൾക്കും പൂവനില്ല. ഈ കടയിൽ നിന്ന് പറയുന്ന ലഗോൺ കോഴിക്ക് ഈ പൂവൻ ഉണ്ടാവില്ല. പൂവൻ അത് പക്ഷികൾക്ക് മുട്ടയിടണമെങ്കിൽ പൂവൻ വേണ്ട. നമ്മളെ ഈ റോഡ് സൈഡിലൊക്കെ കളർ കോഴി കുഞ്ഞുങ്ങൾക്ക് വരുന്നില്ല. ഈ കളർ കോഴി കുഞ്ഞു വരുന്നുണ്ടാ വെച്ചാൽ അതൊക്കെ മുഴുവൻ ഈ മുട്ടക്കോഴിയുടെ പൂവൻ കോഴികളാണ്. അതിന് സ്പിൻ കോഴി എന്ന് പറയും. ഈ റോഡ് സൈഡിലൊക്കെ ചെറിയ ചെറിയ കളർ കോഴികൾ കണ്ടില്ല, അത് ഞാൻ സ്പിൻ കോഴി പറയും. അതെന്താ ഈ മുട്ടക്കോഴിയുടെ പൂവനാണത്, മനസ്സിലായില്ലേ? അത് ചെറിയ വിലയ്ക്ക് വാങ്ങിയിട്ട് അത് കളർ മുക്കിയിട്ട് അവർ കൊടുക്കുന്നതാണ്. പൂവൻ കോഴി മാത്രമാണ്, പടയിലായില്ല. അപ്പോൾ അത് പടക്കോഴിയുടെ മുട്ട ഒരു വാങ്ങി കടയിലേക്ക് സപ്ലൈ ചെയ്യുന്നതാണ്. അത് എത്ര ദിവസം വെച്ചാൽ ആ മുട്ട കേടി വരില്ല. അതിന്റെ കാരണം അത് പൂവൻ ക്രോസിങ്ങിനകത്താണ്. പൂവൻ ക്രോസിങ് മുട്ട 7 ദിവസം കഴിഞ്ഞാൽ മുട്ട കേടാവും, ബാഡാവും. എന്താ പൂവൻ്റെ ബ്ലഡ് ഉള്ളത് കൊണ്ട് 7 ദിവസം കഴിഞ്ഞാൽ ആ മുട്ട കേടാവും. നമ്മൾ ഇൻക്യുബേറ്ററിൽ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം 7 ദിവസം മേലെ പഴകാൻ പാടില്ല. പഴകി കഴിഞ്ഞാൽ മുട്ട കേടാവും. നമ്മൾ ഇൻക്യുബേറ്ററിനകത്ത് വെച്ചിട്ട് 7 മുട്ട സ്മെല്ലുണ്ടെങ്കിൽ ആ മുട്ട പഴകിയിട്ടുണ്ടാവും. അവസ്ഥ നമ്മൾ മുട്ട വെച്ചിട്ട് വിരിയാത്ത മുട്ട 20 ദിവസം കഴിഞ്ഞിട്ട് വിരിയാത്ത മുട്ട പൊട്ടിക്കില്ലല്ലോ. ഈ പൊട്ടിച്ച് കഴിഞ്ഞാൽ ആ മുട്ടയ്ക്ക് സ്മെല്ലുണ്ടെങ്കിൽ ആ മുട്ട പഴകിയ മുട്ടയായിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. 21 ദിവസം വെച്ചിട്ട് അതേപോലെ തന്നെ മുട്ട ഫ്രഷ് മുട്ട പോലത്തെ ഉണ്ടെങ്കിൽ ആ മുട്ടയ്ക്ക് പൂവൻ ക്രോസിങ് ആയിട്ടില്ലാന്ന് മനസ്സിലാക്കുക. പൂവൻ ഉണ്ടാവുമായിരിക്കും, അത് ക്രോസിങ് നടക്കില്ല. അപ്പോൾ ഈ 2 കാരണം ശ്രദ്ധിച്ചാൽ മതി. നമ്മളൊരു കർഷകൻ എന്ന നിലയിൽ ഒരു ആളുകൾക്ക് കൊണ്ടുപോകുമ്പോൾ അതിന്റെ മെയിൻ ശ്രദ്ധിക്കേണ്ട കാര്യം പൂവൻ ഇല്ലാത്ത മുട്ട 21 ദിവസം വെച്ചാൽ 30 ദിവസം വെച്ചാൽ ആ മുട്ട അങ്ങനെ തന്നെ ഉണ്ടാവും. അത് കാരണം ക്രോസിങ് ഉണ്ടാവില്ല. പൂവനുള്ള മുട്ടയാണെങ്കിൽ പഴകിയിട്ടുണ്ടെങ്കിൽ 7 ദിവസം കഴിഞ്ഞ് മുട്ട പൊട്ടിക്കും, സ്മെല്ല ബാഡാവും. ഈ 2 കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും നോക്കേണ്ട കാര്യമില്ല. പിന്നെ ഈ ഇൻക്യുബേറ്ററത്ത് 200 കോഴിമുട്ട വയ്ക്കുന്ന ഇൻക്യുബേറ്ററാണ്. നമ്മൾ കാടയാണെങ്കിൽ 500 മുട്ട വയ്ക്കാം. നമുക്ക് ഇതിന് വില വന്നിട്ട് 2500 കേട്ടോ വില. കാടയാണെങ്കിൽ 500 വയ്ക്കാം, കോഴിയാണെങ്കിൽ 200 വയ്ക്കാം. 1 വർഷം വാരണ്ടിയും കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഇൻക്യുബേറ്റർ 2 പ്രാവശ്യം വിരിയിപ്പിച്ചാൽ തന്നെ ഇൻക്യുബേറ്റർ മുതലായിട്ടാ. ഒരു കർഷകന് കൊണ്ടുപോയിട്ട് 2 പ്രാവശ്യം വെച്ച് വിരിയിപ്പിച്ചാൽ തന്നെ 200 മുട്ട വയ്ക്കുന്ന ഇൻക്യുബേറ്റർ 2 പ്രാവശ്യം വെച്ച് വിരിയിപ്പിച്ചാൽ ഇൻക്യുബേറ്ററിന്റെ കാശ് അവർക്ക് മുതലായി. നമ്മൾ 1 വർഷം വാരണ്ടി കൊടുക്കുന്നുണ്ട്. 1 വർഷം വാരണ്ടി കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും സംശയങ്ങളും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഒരു വീട്ടമ്മമാർക്ക് ഒരു 2500 മുടക്കി കഴിഞ്ഞാൽ ഒരു 21 ദിവസം കൊണ്ട് 7500 8,000 രൂപ നമുക്ക് പോക്കറ്റ് മണി ഉണ്ടാക്കാന്ന് പറയേണ്ടത്. അത് സത്യസന്ധമായ കാര്യമാണ്. 7500 21 ദിവസം മതി. ഒരു 200 കോഴിമുട്ട വെച്ച് വിരിഞ്ഞു കഴിഞ്ഞാൽ 7500 8,000 രൂപ നമുക്ക് പോക്കറ്റ് മണി ഉണ്ടാക്കാം. അപ്പോൾ ഇത് എങ്ങനെയാണ് മുട്ട വയ്ക്കുന്നത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതിനകത്ത് 2 ബൾബാണ് വയ്ക്കുന്നത്. 2 ബൾബ്. അപ്പോൾ നമ്മൾ ഒരു ബൾബ് ഇട്ടോട്ടാ. ഈ 2 ബൾബ് 2 ഫാനും ഇതിനകത്തുണ്ട്. ആദ്യം ഇതിൻ്റെ ഉള്ളിൽ പേപ്പർ വിരിക്കണം. ന്യൂസ് പേപ്പർ വിരിക്കുക. ന്യൂസ് പേപ്പർ വിരിച്ച ശേഷം ഇതേപോലെ 2 പാത്രം വെള്ളം. നമ്മൾ 100 മുട്ട വയ്ക്കുകയാണെങ്കിൽ ഒരു പാത്രം ഒരു ഫാൻ ഒരു ബൾബ് ഉണ്ടാവുള്ളൂ. 200 മുട്ടയ്ക്ക് 2 ബൾബ് 2 ഫാനാണ്. ഒരു 2 പാത്രം വെള്ളം 2 ഫാനിൻ്റെ ചോട്ട് വയ്ക്കുക. ഇത് 2 ബൾബ് ഇടുക. 40 60 ഈ 15 രൂപ ഫിലിമെന്റ് ബൾബ് ഇടണം. ചില്ല് ബൾബ് ഇടണം. LED ബൾബ് ഇട്ട് കഴിഞ്ഞാൽ ചൂട് കിട്ടില്ല. 15 രൂപ ഫിലിമെന്റ് ബൾബ് ഇടുക.
എന്നിട്ട് കണ്ടാ ഇതിനായിട്ട് ഫ്ലഗ് ഉണ്ട്. ഈ ഫ്ലഗ് ഇതിൽ ഈ ഫ്ലഗ് ഇതിൽ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഏത് വർക്കാവില്ല. കാണിച്ചാൽ ഇതൊക്കെ ഇത് കുത്തി ഓണാക്കിയിട്ടുണ്ട്. ഇത് ഏതും വർക്കായിട്ടില്ല. നമ്മൾ ഈ 12 വാട്ട് വഴി വരിക കറണ്ട്. ഈ അഡാപ്റ്റർ ഉണ്ടോ, ഈ 12 വാട്ട് അഡാപ്റ്റർ, ഇത് ബാക്കിൽ പിന്ന് കൊടുത്തിട്ടുണ്ട്. നോക്കിയാൽ ഈ പിന്ന് വഴിയാണ് നമ്മൾ കുത്തി കൊടുക്കുക. പിന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 12 വാട്ട് വഴി കറണ്ട്. നമുക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് മാറ്റും ചേട്ടോ. ഇതാണ് സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. ഇത് ഏത് വർക്കായിട്ട് ഈ അഡാപ്റ്റർ കംപ്ലൈന്റ് ആണെങ്കിൽ നമുക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് മാറ്റും ചെയ്യാം, സിമ്പിളായിട്ട് മാറ്റും ചെയ്യാം. ഈ പിന്നിന് ബാക്കിൽ കുത്തി കൊടുക്കാം. ഇത് കുത്തിയ മാത്രമേ വർക്കുള്ളൂ കേട്ടോ. കുത്തി കൊടുക്ക്. ഇത് കുത്തിയ മാത്രമേ വർക്കുള്ളൂ. മനസ്സിലായി? ഇത് രണ്ടും. അപ്പൊ ഇത് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇത് സെൻസറാണ്. നമുക്ക് ഇതിൽ എവിടെയും കറണ്ട് ഉണ്ടായി. ഓക്കെ, ഇത് എവിടെയും കറണ്ട് ഇല്ല. ഓക്കെ, എവിടെ വേണമെങ്കിൽ തൊള്ളാം കേട്ടോ. ഇതിനകത്ത് ഇതോ എവിടെ വേണമെങ്കിൽ തൊള്ളാം. കുട്ടികൾക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കറണ്ട് എവിടെ ഇല്ല കേട്ടോ. നമുക്ക് ബൾബിന്റെ ഓർഡർ കൈ വയ്ക്കുമ്പോൾ കറണ്ട് ഉണ്ടാവും. ബാക്കി ഏത് സ്ഥലത്ത് തൊട്ടാലും പ്രശ്നമില്ല. ബത്തോള ഇതിനുള്ളിൽ മാത്രം കൈ വയ്ക്കാൻ മതി. ഓക്കെ, അപ്പൊ വെച്ചില്ലേ ഇത്രയുള്ള പണി. ഈ 2 ഫ്ലഗും നിങ്ങൾ കുത്തി കൊടുക്കുക. ഒരു ഫ്ലഗ് കുത്തിയാൽ മാത്രം കൊടുക്കുക, 2 ഫ്ലഗും കുത്തി കൊടുക്കണം. ഇത് മുട്ട എനിക്ക് കൊടുക്കുക പറഞ്ഞാൽ ജസ്റ്റ് അങ്ങനെ നോക്കിയാൽ ഈ 5 വരല് കോഴിമുട്ട വയ്ക്കുക. 5 വരല് വെച്ച് ജസ്റ്റ് നമ്മൾ നനക്കി കൊടുക്കുക. ഒരു 1/2 മിനിറ്റ് സമയം വേണ്ട. ഒരു കോഴിമുട്ട കിഴിക്കാൻ 1/2 മിനിറ്റ് സമയം വേണ്ട. ഒരു ദിവസം ഒരു കർഷകന് 1 മിനിറ്റ് സമയം മതി. ഇൻക്യുബേറ്റർ കഴിഞ്ഞാൽ 1 മിനിറ്റ് സമയം മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് നനക്കി കൊടുക്കുക. കാലത്തും വൈകിട്ട് നനക്കി കൊടുക്കാൻ മാത്രം മതി. 18 ദിവസം നനക്കി കൊടുക്കുക. 21 ദിവസം ആകുമ്പോഴേക്ക് കുഞ്ഞുങ്ങൾക്ക് വിരിഞ്ഞു കഴിഞ്ഞിട്ടാ. അപ്പൊ ഇത്രയുള്ള കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇൻക്യുബേറ്റർ വാങ്ങിയ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. നമ്മൾ ഇതും കൊണ്ട് ജീവിക്കുന്ന കുറെ കർഷകരുണ്ട്. അവര് വീഡിയോ ഒക്കെ നിങ്ങൾക്ക് അയച്ചു തരും. നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞങ്ങൾ അതിൽ സപ്പോർട്ട് ചെയ്യും കേട്ടോ. എല്ലാവർക്കും ബൈ ട്ടാ.